ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണ് സാക്കിർ ഹുസൈൻ എന്ന തബല വിസ്മയം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ മനുഷ്യർ ആരാധകരായി അദ്ദേഹത്തിൻ്റെ വിരലുകളിലെ താളങ്ങൾ കേട്ടിരുന്നിരുന്നു. മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കേട്ടാസ്വദിക്കാൻ ആളുകൾ ഒഴുകിയെത്തുമായിരുന്നു. ആ സാക്കിർ ഹുസൈൻ ഇനിയില്ല. അപർണ, എപ്പോഴാണ് വാർത്ത സ്ഥിരീകരിച്ചത് കുടുംബം? സാക്കിർ ഹുസൈൻ്റെ മരണവാർത്ത അല്പസമയം മുമ്പാണ് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത്. മരണം ഇന്നലെ രാത്രി, ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 10:30 തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. 73 വയസ്സായിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി കാർഡിയാക് അറസ്റ്റിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അവിടെയാണ് മരണം സ്ഥിരീകരിച്ചത്. അതിനെ തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തബല മാന്ത്രികൻ എന്നുള്ള ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സാക്കിർ ഹുസൈൻ. നമുക്കെല്ലാവർക്കും അറിയാം, താളവിസ്മയം തീർക്കുക എന്ന് പറഞ്ഞാൽ തബല എന്ന് പറയുന്ന ഒരു വാദ്യോപകരണത്തിന് ഒരു മറുപേരുണ്ടെങ്കിൽ അത് സാക്കിർ ഹുസൈൻ ആണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. 3-ാം വയസ്സിൽ തുടങ്ങിയ അഭ്യാസമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അലാഖാൻ്റെ കൂടെ തന്നെ അദ്ദേഹം അത് ഏറ്റവും തീവ്രമായി പരിശീലിപ്പിച്ചെടുക്കുകയും 11-ാം വയസ്സിൽ വിഖ്യാതരോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് വിസ്മയം തീർക്കാൻ കഴിയുകയും ചെയ്ത അതുല്യ പ്രതിഭ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ തന്നെ, കാരണം സംഗീത കുടുംബമാണ്, കലാപാരമ്പര്യമുള്ള കുടുംബമാണ്, അതിൻ്റെ എല്ലാ നേട്ടവും അത് ആ രീതിയിൽ തന്നെ അംഗീകരിക്കുകയും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്ത അപൂർവ വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് സാക്കിർ ഹുസൈൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഗീതം എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. പലപ്പോഴും പല മേഖലകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അവരെ അടയാളപ്പെടുത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. സിനിമാ സംഗീതം ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൂടിയാണ്. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പല തവണ അദ്ദേഹം കേരളത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പെരുവനം കുട്ടന്മാരാർക്കൊപ്പം അതുപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കും ഒപ്പം തന്നെ വേണ്ടി പങ്കിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ താളവിസ്മയങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കോഴിക്കോട് മലബാർ മഹോത്സവ വേദിയിൽ അതൊരു പക്ഷേ സാക്കിർ ഹുസൈൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമെന്ന് പറയാവുന്ന ഒരു വേദിയാണ്. ആ വേദിയിൽ, കോഴിക്കോട് മലബാർ മഹോത്സവ വേദിയിൽ അദ്ദേഹത്തിൻ്റെ താളവിസ്മയം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു എന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തെ തേടിയെത്തിയത്. ആ ദിവസങ്ങളിൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഒരു നിമിഷം നിശബ്ദനായിരുന്നു കൊണ്ട് അദ്ദേഹം കലയ്ക്ക് സമർപ്പിക്കുന്നു ഞാൻ ഈ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിയോഗ വാർത്ത അദ്ദേഹം സ്വീകരിച്ചത്. കാരണം അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാന്ത്രിക പെരുക്കമെന്ന് പറയാം, തബലയിലെ പെരുക്കമെന്ന് പറയാം. കാരണം ഇത് സമർപ്പണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രമേൽ കലയോട് ചേർന്ന് നിൽക്കുന്ന താളബോധത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ജീവിതം, അതാണ് സാക്കിർ ഹുസൈൻ്റെ ജീവിതത്തിനെ നമുക്ക് ഒറ്റ വരിയിൽ വർണ്ണിക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമി പുരസ്കാരങ്ങൾ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും മനസ്സ് തുറന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കലാകാരനെ അടയാളപ്പെടുത്തേണ്ടത്, കലാകാരനോ കലാകാരിയോ ആവട്ടെ, അവരെ അടയാളപ്പെടുത്തേണ്ടത് ഒരിക്കലും അവർക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളെക്കുറിച്ചോ അംഗീകാരങ്ങളെ മാറ്റി നിർത്തിയോ അല്ല. അത് ഒരു കല, ആ കല അവർ മനസ്സറിഞ്ഞുകൊണ്ട് ആസ്വദിക്കുമ്പോൾ തൊട്ട് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ മാത്രമാണ് കലാകാരുടെ വിജയം. ആ തരത്തിൽ നോക്കുമ്പോൾ ഞാനൊരു വലിയ വിജയിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ കലാകാരൻ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അപർണ, അതിലത്തെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഈ തബലയോടുള്ള, തബലവാദനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയമായിരുന്നു. 7ാമത്തെ വയസ്സിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സോളോ പെർഫോമൻസ് നടത്തുന്നത്. 12ാമത്തെ വയസ്സിൽ അക്കാലത്തെ സരോദവാദകന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ഉസ്താദ് അക്ബർ അലി ഖാനുമൊപ്പം അദ്ദേഹം ചേർന്ന് നടത്തിയ ഒരു പ്രകടനം ഇന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. പിന്നീട് പണ്ഡിറ്റ് രവിശങ്കറുമായി ചേർന്ന് നടത്തിയ പ്രകടനം, ബിസ്മില്ലാ ഖാനുമായി, ഷഹനായി വാദകൻ ബിസ്മില്ലാ ഖാനുമായി ചേർന്ന് നടത്തിയ പ്രകടനം, ഇതൊക്കെ അദ്ദേഹത്തെ അന്നു തന്നെ ഒരു ചൈൽഡ് പ്രൊഡിജി എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിരുന്നു. പണ്ഡിറ്റ് രവിശങ്കറൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഇന്നിപ്പോൾ കേട്ട ഈ തബല നാളെയുടെ തബലവാദനമാണ് എന്നാണ്. ആ രീതിയിലൊക്കെ ലോകത്തെ 12ാമത്തെ വയസ്സിൽ തന്നെ വിസ്മയിപ്പിച്ചു. അച്ഛൻ്റെ പാത പിന്തുടർന്നാണ് തബലയിൽ വിരലുകൾ വയ്ക്കുന്നതെങ്കിലും അച്ഛനേക്കാൾ വലിയ മിടുക്കനായി മാറുകയും ഉസ്താദായി മാറുകയും ചെയ്തു കൗമാരം വിടും മുൻപ് എന്നതാണ് സാക്കിർ ഹുസൈൻ്റെ ചരിത്രം. അവിടെ നിന്ന് അങ്ങോട്ട് സാക്കിർ ഹുസൈൻ തുടങ്ങി. അതിർത്തികളെല്ലാം സാക്കിർ ഹുസൈൻ്റെ വിരൽ തുമ്പുകളിൽ മാഞ്ഞുപോയി
എന്നുള്ളതാണ് വാസ്തവം. തബലയിൽ നേരത്തെ അപർണ സൂചിപ്പിച്ച പെരുക്കം അത് കേരളത്തിൽ കേട്ടു, അത് ബീറ്റിൽസിൽ കേട്ടു, ലോകമെമ്പാടുമുള്ള വേദികളിൽ കേട്ടു, ഗ്രാമി പുരസ്കാര വേദിയിൽ കേട്ടു. 1, 2 5 ഗ്രാമി പുരസ്കാരങ്ങളാണ് നമ്മളുടെ സ്വന്തം സാക്കിർ ഹുസൈൻ എന്ന ഉസ്താദ് സ്വന്തമാക്കിയത്. പ്രിയപ്പെട്ടവരെ, അല്പസമയത്തിനുള്ളിൽ പെരുവനം നമുക്കൊപ്പം ഇരിക്കും. പെരുവനത്തോടും മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കും ഒപ്പമാണ് അദ്ദേഹം കേരളത്തിലെത്തി അദ്ദേഹത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ഓർമ്മിച്ചെടുക്കും എങ്ങനെയാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് അടുത്തറിയുകയും തൊട്ടുമുന്നിൽ അദ്ദേഹത്തോടൊപ്പം ചെണ്ടയിൽ വാദനം തീർക്കാൻ കഴിഞ്ഞ നമ്മുടെ പെരുവനം അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം സാക്കിർ ഹുസൈനെ ഓർമ്മിച്ചെടുക്കുകയും ചെയ്യും. സാക്കിർ ഹുസൈൻ്റെ നഷ്ടം കലാലോകത്തിന്, സംഗീത പ്രേമികൾക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്.